പോക്കറ്റ് ഷവർമ എങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായി ബോൺലെസ് ചിക്കൻ ചെറുതായി കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഗരം മസാലപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചെറുനാരങ്ങ നീരും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യുക. മാഗ്നേറ്റ് ചെയ്ത് കുറച്ച് സമയം വെക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അതിലേക്ക് വേണ്ട വെജിറ്റബിൾസ് കട്ട് ചെയ്യാം. ക്യാരറ്റ്, ഒണിയൻ, തക്കാളി, പിന്നെ കുറച്ച് ക്യാബേജ്, ഇതെല്ലാം നല്ലോണം ചോപ്പ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഒരു പാൻ എടുത്ത് അതിലേക്ക് ചിക്കൻ ഡീപ്പ് ഫ്രൈ ചെയ്യാണ്ട് ഷാലോ ഫ്രൈ ചെയ്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക. അത് മാറ്റി വെച്ചതിന് ശേഷം ഒരു 2 ബ്രെഡ് എടുത്ത് ഇതുപോലെ ചേർത്ത് വെച്ച് ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഇത് വെച്ച് കട്ട് ചെയ്തതിന് ശേഷം മാറ്റി വെക്കുക. അത് നമുക്ക് സോക്ക് ചെയ്തെടുക്കണം. അത് നമുക്ക് ബ്രെഡ് ക്രംസും മുട്ടയും വേണം. അതിന് വേണ്ടി ബ്രെഡ് നമ്മൾ നേരത്തെ വേസ്റ്റ് വന്ന ആ ബ്രെഡ് എടുത്ത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാം. അത് കളയാൻ പാടില്ല. അത് വെച്ചിട്ടാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ച് പാരുക. അത് നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച അത് മുട്ടയിലേക്ക് ഡീപ്പായിട്ട് മുക്കിയതിന് ശേഷം ആ ബ്രെഡ് ക്രംസിലേക്ക് കോട്ട് ചെയ്ത് അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാം ചെയ്തെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇതുപോലെ ഷാലോ ഫ്രൈ മതി. അധികം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അത് ചെറുതായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്ത് എടുക്കാം. അതിൻ്റെ മേലേക്ക് നമുക്ക് ഇതേപോലെ കുറച്ച് എണ്ണ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുത്ത് ഇത് വീഡിയോ കാണുന്നത് ഒഴിച്ചൊഴിച്ച് കൊടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയൊരു ഡീപ്പ് ഫ്രൈ പോലെ മാറ്റി വെക്കാം. നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ച് കുരുമുളക്, നിങ്ങൾ എരിവിനനുസരിച്ച് കുരുമുളകൊക്കെ ചേർത്ത് പൊരിച്ച ചിക്കനും ചേർത്ത് നല്ലോണം മിക്സ് ചെയ്യാം. അതിനുശേഷം മയോണൈസും ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. മയോണൈസിൻ്റെ വീഡിയോ ഞാൻ വേറെ തയ്യാറാക്കിയിട്ടുണ്ട്, അത് കാണാം. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ള മയോണൈസും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ പോക്കറ്റ് ആക്കിയിട്ട് അത് കട്ട് ചെയ്ത് അതിൻ്റെ ഉള്ളിലേക്ക് കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ടാവും. അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു ഫില്ലിങ്സ് വെക്കാൻ വേണ്ടി പറ്റും. ഫില്ലിങ്സ് വെച്ചതിന് കുറച്ച് മയോണൈസ് തൂവി അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച ഈ ഫില്ലിങ്സ് വെച്ചതിന് ശേഷം നമ്മുടെ പോക്കറ്റ് ഷവർമ